ഒരു ഇൻട്രോ നല്ല രീതിയിൽ കൊടുക്കാമെന്ന് കരുതിയതാ. അല്ല, സംസാരം പോലും നമ്മുടെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും പിടിച്ച് സമരത്തിനകത്തോട്ട് ഇറങ്ങുന്ന ചേട്ടന്മാരുടെ ഒക്കെ ഒരു തൊലിക്കട്ടിയെ നമുക്കതിൽ അതിലോട്ട് വരുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ശ്വേതാ മേനോന്റെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ വെച്ചായിരുന്നു, ഇന്നൊരു വീഡിയോ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അതും കൂടെ ഒന്ന് വെച്ച് തരാം. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേ? ഓക്കെ, അപ്പൊ നിങ്ങളിത് കണ്ടല്ലോ, ഇവരെങ്ങനെയാണ് നിന്നത് ഇത്രയും നാളും. ഈ അമ്മയുടെ വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് ശ്വേതയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ എന്തോ പിഷാരുടെ സംസാരിച്ച കാര്യങ്ങൾ ആർക്കോ ഫോർവേഡ് ചെയ്ത് അത് പുറത്തു പോയി. അതിന്റെ കുറച്ചൊരു ഭാഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് വേറെ തരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ വോയിസ് റെക്കോർഡൊക്കെ വെച്ചിട്ടുള്ളതാണ്. എടാ, അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള പല സംസാരങ്ങളും കാര്യങ്ങളും പണ്ടേ മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്തിനും ഒരു ഷോയിൽ വന്നിട്ട് തന്നെ ഇന്നലെ തന്നെ കാമസൂത്രത്തിന്റെയും മറ്റേ സൂത്രത്തിന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ വെച്ച് തന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഇവരുടെ ഇടയിലെ ബോണ്ടും കാര്യങ്ങളും ഒക്കെ. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ശ്വേത എന്തിനാ അത് വെച്ചെന്ന് പുറത്ത് വിട്ടതെന്നൊന്നും നമുക്കറിയത്തില്ല, അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ. പോരാത്തിന് ഇവനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുപോലെ തന്നെ ശ്വേത ഒരു കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ ഹസ്ബൻഡ് നല്ല ഒന്നാം തരം BJP-കാരനാണ്. ഞാനത് അമ്മ സംഘടനയിലെ വിഷയങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്ക് നല്ല പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു എന്നൊരു തോന്നലുണ്ടോ, ഞാൻ അങ്ങനെ ഇപ്പോൾ പറയുന്നുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്. ആ അമ്മ സംഘടനയിലെ വിഷയങ്ങൾ ഫോളോ അപ്പ് ചെയ്തവർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും അതെന്താണ് സംഭവം, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിലോട്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ഈ പറയുന്ന കൂട്ടത്തിൽ ആരുടെ കൂടെ നിൽക്കുന്നത്? ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവോ? അല്ലെങ്കിൽ വേണ്ട, പിഷാരടിയുടെ ഭാഗത്താണെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടാൽ മാത്രം മതി. ലൈക്ക് ഇട്ടാൽ മാത്രം മതി. ശ്വേതരാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാതിരിക്കുകയൊക്കെ ചെയ്യുക. ഇത് അവരുടെ ഒരു ഇതാണ്. അത് ഇത്രയും മാത്രം വളച്ചൊടിച്ച് ദേണ്ട സമരമായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ കഴുതകൾ. അത് അതിനേക്കാളും രസകരമായിട്ടുള്ളൊരു കാര്യം. ദേണ്ടേ എന്തും മണ്ടനാടേ നീയൊക്കെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ശ്വേത അടുത്താണ് സംസാരിച്ചിരിക്കുന്നത്, അവര് അതുപോലത്തെ ഫ്രണ്ട്സാണ്. വേറൊരു പെണ്ണിന്റെ അടുത്താണ് ഇപ്പൊ ഈ പിഷാരടി ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ന്യായമുണ്ടെന്ന് പറയായിരുന്നു. ഇത് ശ്വേതയും അവർ തമ്മിൽ അത്രയ്ക്ക് കൂട്ടുന്ന അത്രയ്ക്ക് നല്ല ബോണ്ടുമായിരുന്നു. അല്ലെങ്കിൽ ശ്വേതയ്ക്ക് അവിടെ വെച്ച് പറയായിരുന്നു, പിഷാരടി ഇപ്പൊ പിഷാരടി എന്നോട് പറഞ്ഞ തെറ്റായിപ്പോയി. ശ്വേത ഇവിടെ കിടന്ന് ചിരിക്കുകയാണ് ചെയ്തത് ആ ഒരു വോയിസ് വന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നോട്ട് ചെയ്യണം. ഇത് നിങ്ങൾ തന്നെ പറ, ഇത് അമ്മയുടെ വിഷയങ്ങൾ ഇപ്പൊ തിരിഞ്ഞു പോകുന്നില്ലേ? ഇപ്പൊ പിഷാരടിയിലോട്ടായി കാര്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെയാ മനുഷ്യരെ ഇങ്ങനെ വളച്ചൊടിക്കാതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ കണ്ടില്ല, പിഷാരടിക്ക് അത് ഭയങ്കര വിഷമമായി പോയി. കാരണം അതുപോലത്തെ കൂട്ടായിരുന്നു രണ്ടുപേരും. പിന്നെ ചിലവന്മാർ വന്ന് കമന്റ് എടുത്തുണ്ട്, ഭാര്യ പിണങ്ങിപ്പോയി, വിഷുവിന്റെ ഭാര്യ പിണങ്ങിപ്പോയി, ആ സീനായെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലെ കമന്റും കാര്യങ്ങളൊക്കെ. അത് നമ്മളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ 24/7 നിൽക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോഴാണോ നീയൊക്കെ അറിയുന്നത്? കൊള്ളാം. ഇനി സമരം കാണാം നമുക്ക്, ചേട്ടന്മാരുടെ കൂവി വിളി. എവിടെ നിന്നും നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിപ്പിടിക്കുന്നത്. രാഹുൽ എന്നൊരു കോഴി പോയപ്പോൾ പിഷാരടി എന്നൊരു കോഴി വരുന്നു. എൻ്റെ പൊന്നോ, ഇതുകൊണ്ടാണ് നിങ്ങളെ മണ്ടന്മാരെ എന്ന് നാട്ടുകാർ വിളിക്കുന്നത്. BJP-കാരോടെ ഞാനീ പറയുന്നത്. നാണം ഉണ്ടോടെ ഇതിനൊക്കെ? നിങ്ങൾക്ക് ചുമ്മാലുള്ള ഉള്ള വോട്ടും കൂടെ പോകുന്നത്. നിങ്ങൾ വിവരക്കേടാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. കോൺഗ്രസുകാർ അടുത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഈ വാക്ക് ഇത്രത്തോളം അറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. രാഹുൽ എവിടെ നിന്നും നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു കോമഡി പീസായിട്ട് ആൾക്കാർ കണ്ടെങ്കിലും ചില സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ന്യായമായിട്ട് തോന്നിയൊരു വ്യക്തിയാണ് എനിക്ക്. ഉള്ള കാര്യം തുറന്ന് പറയാലോ. ഈ പറയുന്ന BJP-ക്കുള്ള ട്രോൾ മുതലായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ മനസ്സോടെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? മണ്ടനാവരുത്. കാണുന്ന ജനങ്ങളെ, ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ വിചാരിക്കണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉയർന്നു വരണോ വേണ്ടായത്. അതും കൂടെ ചിന്തിക്കുക. ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്ന കാലം അത് പണ്ടത്തെ കാലം. ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് 2 കുശുഷ എന്നുള്ള ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ചായക്കടയിൽ ഇരിക്കുന്ന ഒരു 10 ആൾക്കാരോട് എന്നിട്ട് കഥ അടിച്ചു വിടും. പറഞ്ഞു മനസ്സിലായോ? ആ കാലമൊക്കെ പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ആൾക്കാർ മണ്ടരൊന്നും അല്ല. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഏത് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെടുത്താലും ഈ പറയുന്ന പിഷാരടിയെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ശ്വേത പിടിച്ചോണ്ട് പോകണമല്ലോ, അല്ലെങ്കിൽ ശ്വേത കുറ്റപ്പെടുത്തണമല്ലോ. നീയൊക്കെ എന്താ ചെയ്യാത്തെ? ഇനിയിപ്പം ഭയങ്കര പാർട്ടി രീതി ചിന്തിക്കുവാണെങ്കിൽ അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരാ. അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ബാക്കി കൂടെ ഞാൻ വെച്ചുതരാം. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ
ആദ്യം നമ്പർ 1 മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്പർ 2 പാലക്കാട് നഗരസഭാ കൗൺസിലർ, ഇന്നും ജാമ്യം കിട്ടിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇന്നും ജാമ്യം കിട്ടിയില്ല, ജയിലിൽ കിടക്കുന്നത് നഗരസഭാ കൗൺസിലറായിട്ടുള്ള പ്രശോഭ്. ഇപ്പൊ മൂന്നാമത് പാലക്കാട് നിലവിലെ MLA ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പാലക്കാട്ടെ സ്ത്രീജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ, പാലക്കാട് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകള്, സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകള്, ഇവർക്കുള്ള ഒരു ഷെൽട്ടറായിട്ട് പാലക്കാട്ട് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുകയാണ്. ആത്മാഭിമാനമുള്ള സ്ത്രീകളോട് സ്ത്രീ സംരക്ഷണം എന്ന വാക്കിൽ മാത്രം ഒതുക്കാത്ത ഏതെങ്കിലും കോൺഗ്രസുകാര് പാലക്കാട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് അവർക്ക് നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. ഒരു മണ്ടൻ ഇരുന്ന് കഥ പറയുന്നത് അത് കണ്ട് കൊട്ടാൻ കുറെ കിഴങ്ങന്മാര്. ഓക്കെ, ബീന ആന്റണി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ സാമാന്യ ബോധമുള്ള ജനങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഈ ഒരു കാര്യത്തില ഇതൊക്കെ വിവരക്കേടല്ലേ? ഹായ്, നമസ്കാരം. ഞാൻ ബീന ആന്റണി. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് തിരക്കുകളും കാരണങ്ങളായതുകൊണ്ട് ഇപ്പം ഇത്ര നീണ്ടുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയിൽ ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസൊക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിന് ചോദിക്കാം. പക്ഷെ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ടും. അപ്പൊ അതിലൊരു അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ അല്ല, ഞാൻ അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്ലാരിറ്റി പറയുകയാണെ, എന്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പൊ അന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയുടെ ആ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. അത് എപ്പോഴും എന്നും ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ സ്പ്ലിറ്റ് ആയിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷെ അന്ന് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിൽ, ഞാനും മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനിതിൽ ഒപ്പിട്ട ആളാണ്, ഇവര് നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു 45 days കൊടുക്കാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവര് രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുന്നു, ശ്വേത പറയുന്നു ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു, അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്ക് ഒരു പിഷാരടി നിങ്ങൾക്ക് അറിയാലോ, ഒന്നുമില്ലായ്മയെന്നാ ഈ ഒരു ലെവലിൽ എത്തിയത്. ഞങ്ങളുടെയൊക്കെ അമ്പലത്തിൽ പണ്ട് പിഷാരടി വന്നിട്ടുണ്ട്. ദിവസക്കൂലിക്ക് വേണ്ടി ഈ കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ദിവസക്കൂലിക്ക് വേണ്ടി പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ഉള്ള അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് 2015-16 തൊട്ട് അത്യാവശ്യം നല്ല സിനിമകൾ കിട്ടി. ഇനി നമ്മുടെ MLA വരെ ആയി. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനത്. പിന്നെ കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തക്കൊക്കെ അടിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിക്ക് അതുപോലുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ഉള്ളിടത്ത് മാത്രമേ പുള്ളി അത് ചെയ്തുള്ളൂ. പാലക്കാട് ഇലക്ഷൻ വന്ന സമയത്താണെങ്കിൽ പുള്ളിയുടെ മെച്യൂരിറ്റിയും കാര്യങ്ങളും ഓരോ വ്യക്തികൾ പെരുമാറിക്കലും മോശമായിട്ട് പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം പോലും ഉണ്ടായിരുന്നു കേട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം BJP കാരെല്ലാം കൂടെ പുള്ളി തെറി വിളിക്കുന്ന ഇറങ്ങി പോകുമെന്ന് പറയുന്നത്. എന്നിട്ടും പുള്ളി അവിടെ എന്താ ചെയ്തത്? പക്കുക അത് കാണിച്ചത്. ഈ സൈലൻസിന്റെ റിസൾട്ടായിരുന്നു പാലക്കാട് കിട്ടിയത്. വമ്പം വിജയമായിരുന്നു പിഷാരടി അവിടെ ജയിച്ചത്. ആ ഒരു മനുഷ്യനാ ഒന്നുമില്ലായ്മ കയറി വന്നിട്ട് ഇനി അസൂയാണ് ഇവന്മാർക്കൊക്കെ. ഞാൻ അറിയാൻ പറ്റത്തോണ്ട് നോക്കിയാണ്.
വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്ത് കൂട്ടിയത്. ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നത്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ ശ്വേത പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും ഒരു പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെയും വന്നിട്ട് ശ്വേത പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഭരണ സമിതി ഇനിയും തുടരും എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അദാനിന്ന് 15 കോടിയും 16 കോടിയൊക്കെ വരാൻ കിടപ്പുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്വേത പോയി കഴിഞ്ഞാൽ പല പ്ലാനിങ്ങും നടക്കത്തില്ല. അന്ന് ഏറ്റുവെച്ച ജോലികളും ഇവര് കുറെ ആൾക്കാരുടെ അടുത്ത് കരാറും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് വെച്ചതൊക്കെ പണിയിട്ടുമല്ലോ. ചേച്ചി പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം എന്തായാലും. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പിന്നെയും പോവുമല്ലേ? ശ്വേത ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നമ്മള് നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിലെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷേട്ടനൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. അവരൊക്കെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അറിയാലോ അവരുടെ സ്റ്റാൻഡേർഡും അതും ഇതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ടീംസുകളാണ്. അവർ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പിഷാരടി രാജിവെച്ചതാണ് ഏറ്റവും കൂടുതൽ വിഷമമായി പോയത്. ഈ ഒരു കാര്യം ഏറ്റെടുക്കുകയും ചെയ്ത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അന്ന് പിഷാരടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ഷൻ സമയത്തൊക്കെ ജനങ്ങളെ സേവിക്കും, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടില്ല, സിനിമ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ പിഷാരടി ഇതിലോട്ട് വന്നതിനോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതും കൊണ്ടൊന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരെയൊക്കെ മനസ്സിലാക്കാന്നെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വരുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. ഞാനൊരു കാര്യം കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോടും കൂടെ പറയാം, വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ വിശ്വസിക്കാം, കൂടപ്പുറപ്പിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മയെ വിശ്വസിക്കാം, ബാക്കി ഓരോരുത്തരെയും വിശ്വസിക്കരുത്. ഐ ലവ് യു ഗൈസ്.